ഹായ് ഗൈസ് വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എ കെ രാമാനുജൻ എഴുതിയ ലുക്കിംഗ് ഫോർ എ കസിൻ ഓൺ എ സ്വിംഗ് എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എ കെ രാമാനുജൻ. ഫുൾ നെയിം അത്തിപ്പാട്ട് കൃഷ്ണസ്വാമി രാമാനുജൻ. ഇദ്ദേഹം ജനിക്കുന്നത് മാർച്ച് 16, 1929 മരണപ്പെടുന്നത് ജൂലൈ 13, 1993. അതായത് ഇദ്ദേഹത്തിൻ്റെ 64-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഹി വാസ് എൻ ഇന്ത്യൻ പോയറ്റ് ആൻഡ് സ്കോളർ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഹി വാസ് ഓൾസോ എ പ്രൊഫസർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ. ഇദ്ദേഹത്തിന് ലഭിച്ച അവാർഡ്സ് മാക് അർദർ ഫെലോഷിപ്പ്, സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് മോളി ഡാനിയൽസ് രാമാനുജൻ. ഇദ്ദേഹത്തിൻ്റെ 2-3 വർക്ക്സ് നമുക്ക് നോക്കാം. ദ സ്ട്രൈഡേഴ്സ്, ഹൊക്കുവാലി ഹവില്ല, റിലേഷൻസ്, സെലക്റ്റഡ് പോയംസ്, എക്സെട്ര. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ ഒരു പോയം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ലുക്കിംഗ് ഫോർ എ കസിൻ ഓൺ സ്വിംഗ് ബൈ എ കെ രാമാനുജൻ. ഈ പോയത്തിൽ 23 ലൈൻസ് ആണുള്ളത്. ലിറിക് പോയമാണ്, വിത്തൗട്ട് എനി റൈം സ്കീം ഒന്നും ഇല്ല. നമുക്ക് ഈ കവിത വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ ഷീ വാസ് 4 or 5, ഷീ സാറ്റ് ഓൺ എ വില്ലേജ് സ്വിംഗ് ആൻഡ് ഹെർ കസിൻ 6 or 7 sat himself against her. With every lung of the swing, she felt him in the lunging pits of her feeling. ഇവിടെ പോയറ്റ് തൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് പറയുന്നത്. പോയറ്റിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ആ സമയത്ത് 4-5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ കുട്ടി ഗ്രാമത്തിൽ ഒരു ഊഞ്ഞാലിൽ ഇരിക്കുകയായിരുന്നു. ഇവിടെ കസിൻ എന്ന് പറയുന്നത് പോയറ്റിനെയാണ്. ആൻഡ് ഹെർ കസിൻ പോയറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ആ സമയത്ത് 6-7 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹം ഓരോ തവണ ഊഞ്ഞാലാടുമ്പോഴും നിലത്ത് കാലുകുത്തിയായിരുന്നു ആടിയിരുന്നത്. ആ സമയത്ത് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ ടച്ചും ഉണ്ടായിരുന്നു. അതിരുവരും ആസ്വദിച്ചിരുന്നു. അവർ കുട്ടികളായതുകൊണ്ട് തന്നെ അതിന് മറ്റൊരർത്ഥങ്ങളില്ല. ആൻഡ് ആഫ്റ്റർവാർഡ്സ് വി ക്ലൈംബ്ഡ് എ ട്രീ, ഷീ സെഡ്, not very tall but full of leaves like those of a fig tree, and we were very innocent about it. പോയറ്റിൻ്റെ ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഊഞ്ഞാലാടി കഴിഞ്ഞാൽ നമുക്ക് മരത്തിൻ്റെ മുകളിൽ കയറാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മരത്തിൻ്റെ മുകളിൽ കയറുകയാണ്. അവർ കയറുന്ന മരം അത്തിമരമാണ്. ആ മരത്തിന് അധികം ഉയരമില്ല, പക്ഷേ ധാരാളം ഇലകളുണ്ട്. അവർ ഇന്നസെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ മരത്തിൽ കയറാൻ പറ്റും. അതായത് അത്തിമരത്തിന് ഉയരമൊക്കെ കുറവാകുമ്പം വണ്ണമൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ അത്തിമരത്തിൽ കയറാൻ പറ്റുമോ, അതിൽ നിന്ന് കയറിയാൽ വീഴുമോ എന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല. കാരണം അവർ വളരെ ഇന്നസെൻ്റ് ആണല്ലേ, അവർ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല, അവരതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. Now she looks for a swing in cities with 15 suburbs and tries to be innocent about it. പോയറ്റിൻ്റെ കൂട്ടുകാരി ഇപ്പോൾ താമസിക്കുന്നത് സബേർഡ്സിലാണ്. സബേർഡ്സ് എന്ന് പറഞ്ഞാൽ നഗരപ്രദേശം. അവർ വില്ലേജിൽ നിന്നും താമസം മാറി നഗരപ്രദേശത്തേക്ക് മാറിയിരിക്കുകയാണ്. അവൾക്ക് ഊഞ്ഞാലാടണം എന്ന ആഗ്രഹത്തോടെ അവൾ ഊഞ്ഞാൽ അന്വേഷിക്കുകയാണ് സബേർഡ്സിൽ. പക്ഷേ അവിടെയെങ്ങും ഊഞ്ഞാൽ അവൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ജനിച്ച ആ പഴയ ലൈഫിൽ, ആ ജനിച്ചു വളർന്ന പഴയ ലൈഫിലേക്ക് പോകാൻ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിലൂടെ വേറൊരു കാര്യം കൂടി പോയിട്ടിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടിക്കാലത്ത് അവർ തമ്മിൽ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരുന്ന സമയത്ത് ഫിസിക്കൽ ടച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൾ ആ ഫിസിക്കൽ ടച്ചും കൂടി ഇപ്പോഴവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൺലി ഓൺ ദ ക്രോച്ച് ഓഫ് എ ട്രീ ദാറ്റ് ലുക്ക്ഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് വുഡ് ബേഴ്സ്റ്റ് അണ്ടർ എവരി ലീഫ്. ആ പെൺകുട്ടി സബേർഡ്സിൽ നിന്നുകൊണ്ട് തന്നെ വില്ലേജിൽ താമസിച്ചപ്പോൾ ഉണ്ടായ ലൈഫിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ഊഞ്ഞാലാടിയും ഊഞ്ഞാൽ ഫിഗ് ട്രീയിൽ കൊളുത്തി വെച്ചതും ഒക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. കൂടാതെ അവളുടെ ബോയ് ഫ്രണ്ട്, അതായത് നമ്മുടെ പോയറ്റിനെ പറ്റിയും അവൾ ആലോചിക്കുന്നുണ്ട്.
പോയറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൾ വളരെയധികം ഹാപ്പിനെസ് അവൾക്ക് കിട്ടിയെന്നും അതുപോലെ തന്നെ ഇപ്പോൾ അവൾ പഴയ ലൈഫിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ആ പഴയ ഫിസിക്കൽ ടച്ചൊക്കെ ഇനിയും അവൾക്ക് കിട്ടാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്നാണ് അവൾ ഇതിലൂടെ പറയുന്നത്.